പച്ചക്കറി കടക്കാരന്റെ രഹസ്യ ടിപ്പുകൾ. ചേരുവകൾ സൂക്ഷിക്കാൻ. പഴം അധികം വാങ്ങിയാൽ വേഗം കേടാക്കും. ആദ്യം വെള്ളം കൊണ്ട് കഴുകി പഴുപ്പ് വരാൻ ഉപയോഗിച്ച രാസവസ്തു നീക്കം ചെയ്യുക. ശേഷം ടിഷ്യൂ കൊണ്ട് തുടച്ചുണക്കുക. പഴത്തിന്റെ തണ്ടുഭാഗം നനഞ്ഞ ടിഷ്യൂ കൊണ്ട് മൂടിവെക്കുക. ഇങ്ങനെ ചെയ്താൽ പഴത്തിൽ നിന്നും പുറപ്പെടുന്ന എഥിലീൻ വാതകം കുറയും. അരമാസത്തോളം കേടാകാതെ നിലനിർത്താം. തക്കാളി എളുപ്പത്തിൽ കെടും. തക്കാളിയുടെ അടിഭാഗത്ത് ടേപ്പ് ഒട്ടിക്കുക. ഇത് ഈർപ്പമടച്ചിടും. തക്കാളി 3 ആഴ്ച വരെ ഫ്രഷായി സൂക്ഷിക്കാം. സ്ട്രോബെറി എളുപ്പത്തിൽ കേടാകും. വെള്ളത്തിൽ വിനാഗിരി ചേർത്ത് അതിൽ സ്ട്രോബെറി മുക്കിവെക്കുക. ഇങ്ങനെ സൂക്ഷിച്ചാൽ എപ്പോഴും പുതുതായി കഴിക്കാം. ബാക്കി വന്ന തണ്ണിമത്തൻ ഭാഗങ്ങൾ വേഗം ബാക്ടീരിയ വളരും. അതിന്മേൽ 2 വെള്ളുള്ളി പൊട്ടുവെക്കുക. പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച വരെ കേടാകാതെ സൂക്ഷിക്കാം. ബാക്കി വന്ന ഉള്ളി എളുപ്പത്തിൽ പൂപ്പൽ പിടിക്കും. ഉള്ളി സ്റ്റോക്കിംഗ്സിലിട്ട് ഓരോന്നും വേർതിരിച്ച് തൂക്കിവെക്കുക. ഇങ്ങനെ ചെയ്താൽ ഏറെക്കാലം കേടാകാതെ നിലനിർത്താം. ഉരുളക്കിഴങ്ങളും ആപ്പിളും നല്ല സുഹൃത്തുക്കളാണ്. ആപ്പിളിൽ നിന്നുള്ള വാതകം ഉരുളക്കിഴങ്ങൾ മുളപ്പുന്നത് തടയും. ബാക്കി വന്ന ഉള്ളിത്തണ്ട് ഗ്രീൻ ഓണിയൻസ് സൂക്ഷിക്കണോ? ഉള്ളിത്തണ്ടിന്റെ വേർഭാഗം പേപ്പർ ടിഷ്യൂവിൽ നിരത്തി വെള്ളം തവിച്ച് ചുരുട്ടിവെക്കുക. ഇങ്ങനെ വേർഭാഗം ഈർപ്പം നിലനിർത്തി അരമാസത്തോളം ഫ്രഷാക്കാം. ക്യാബേജ് അധികം വാങ്ങിയാൽ കായ്തണ്ട് കത്തിക്കൊണ്ടെടുത്ത് കളയുക. അകത്ത് ടിഷ്യൂ പേപ്പർ നിറച്ച് വെള്ളം തളിച്ച് അല്പം നനച്ചു വെക്കുക. അങ്ങനെ ചെയ്താൽ അരമാസം കേടാകാതെ സൂക്ഷിക്കാം. മല്ലിയില വെള്ളത്തിൽ മുക്കിവെച്ചാൽ അരമാസത്തോളം ഫ്രഷായി നിലനിർത്താം. വെള്ളുള്ളി ഏറെക്കാലം സൂക്ഷിക്കുമ്പോൾ പൂപ്പൽ പിടിക്കും. ആദ്യം ഉപ്പ് ചേർക്കുക, പിന്നെ ചായയില ചേർക്കുക. ബാഗ് കെട്ടിവെക്കുക. ഇങ്ങനെ ചെയ്താൽ 1 വർഷം വരെ മുളയ്ക്കാതെ സൂക്ഷിക്കാം. വീഡിയോ സേവ് ചെയ്തു വെക്കൂ, പിന്നീട് നോക്കാൻ. ഇതുപോലെ കൂടുതൽ ട്രിക്കുകൾക്കായി ഫോളോ ബട്ടൺ അങ്ങ് അടച്ചു പൊട്ടിക്കുക.